ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ചില എപ്പിസോഡുകൾ ഇങ്ങനെ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കാറുണ്ട്, കണ്ടിന്യൂസ് ഒരു കാര്യം തന്നെ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഫ്രഷാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കഥകളും വെച്ചുകെട്ടലുകളും ഒന്നും ഇല്ലാതെ സംഭവം വളരെ ഫ്രഷ് ആയിട്ടൊരു എപ്പിസോഡാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ അഞ്ജലിയും അർജുനും കൂടി നമ്മുടെ പത്മയെ തേടി പോയിരിക്കുകയാണ്. നമുക്കറിയാം, CA നന്ദകുമാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടേതായ ഒരു രീതിയിൽ ഞങ്ങൾ പോയി തപ്പി നോക്കാമെന്നൊക്കെ. അതിന് വളരെ പോസിറ്റീവായിട്ടൊരു റിസൾട്ട് നമ്മുടെ അർജുനും അഞ്ജലിക്ക് ഇന്ന് കിട്ടി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. എന്താണെങ്കിലും അർജുനും അഞ്ജലിയും തപ്പുകയാണ്. തമിഴൊക്കെ നമ്മുടെ അർജുൻ പഠിച്ചിട്ടാണോ വന്നതെന്ന് ഞാൻ ആലോചിച്ച് പോയി. അവിടെ അതിർത്തിയാണല്ലോ, അപ്പോൾ തമിഴ്നാട് കൂടുതൽ തമിഴ് ആളുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പെൺകുട്ടിയെ പാത്തിരിക്കുക, കണ്ടിട്ടുണ്ടോ, ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഒരു തമിഴിങ്ങനെ വരുമ്പോൾ ഒരു കരിക്ക് വെട്ടുന്ന ആളുണ്ടല്ലോ, അയാളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഫോട്ടോ കാട്ടിയിട്ട് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, അണ്ണാ இந்த പെൺകുട്ടിയെ പാത്തിരിക്ക ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കില്ല. അപ്പോൾ എവിടെ നിന്നാണ് അർജുൻ്റെ തമിഴ് വന്നു പോകുന്നത് എന്ന് ആലോചിച്ച് പോകും. എന്താണെങ്കിലും തമിഴ് പഠിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അർജുന് ഒരുപാട് പേരോട് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഒരു പോസിറ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടുന്നില്ല. ഒരു അമ്മയും മോളോട് വരുന്നുണ്ട്, അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇന്ത് പെൺകുട്ടിയെ പാത്തിരിച്ച ഫോട്ടോ എല്ലാം കൊടുത്തിട്ടാണ്, മൊബൈൽ കാട്ടി കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല കേട്ടോ. ആർക്കും ഇവർ നമ്മുടെ പത്മയെ കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നിരാശയാണ് പാലം. അപ്പോൾ ഇങ്ങനെ കുറേ അധികം കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ അതുവഴി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അർജുൻ പറയും, അവനെ കണ്ടിട്ടൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് കാര്യം എന്താണെങ്കിലും നടന്നു, നമുക്ക് അവനെ ചാക്കിട്ട് പിടിക്കാം. അങ്ങനെ പയ്യൻ വരും. അപ്പോൾ പയ്യനോട് നമ്മുടെ അർജുൻ ചോദിക്കുകയാണ്, തമ്പി இந்த പെണ്ണിനെ പാതിരിക്കാ കൊഞ്ചം ഹെൽപ്പ് പണ്ണുവാ. അങ്ങനെ പയ്യൻ പറയും, ഹെൽപ്പെല്ലാം பண்ணலாம், ஆனால் എനിക്ക് പൈസ കൊടുങ്ങേ, പൈസ കൊടുത്തിരുന്ന ഞാൻ ഹെൽപ്പ് പണിയിടില്ല. അപ്പോൾ അർജുൻ, പൈസയാ. അങ്ങനെ അർജുനും നമ്മുടെ അഞ്ജലിക്ക് പറയാം, പൈസയോ പറയും, എவ்வளோ വേണം എനിക്കെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു 500 രൂപ കൊടുങ്ങേ. അപ്പോൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ പയ്യൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അർജുനടുത്ത് എന്തേലും ആട്ടെ, നമ്മുടെ കാര്യം നടക്കണമല്ലോ, 500 എടുത്ത് കൊടുക്കും. അപ്പോൾ പയ്യൻ പറയും, அந்த கோவில் பக்கம் இல்லையா, அங்கே தான் ஆக்சிடென்ட் நடந்துருச்சு, அங்கே போங்க, உங்களுக்கு ஏதாவது கிடைக்கும், എന്താ പെൺകുട്ടിയെ കിടക്കും, അപ്പടി അതുപോലെ ഞാനും തമിഴ് പറഞ്ഞു എന്താണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ പത്മയെ പറ്റിയുള്ള വിവരം കിട്ടുമെന്ന് പയ്യൻ പറയും. ഇത് വിശ്വസിച്ച് നമ്മുടെ അർജുനും അഞ്ജലിയും അവിടെ പോവാണ്. അർജുനും അഞ്ജലി പോയി തക്കം നോക്കിയിട്ട് ആ പയ്യൻ ഓടിപ്പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഏമാത്തിരിച്ച് എന്താ പയ്യൻ നമ്മുടെ അഞ്ജലിയെയും അർജുനെയും ഏമാത്തിരിച്ച്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സംഭവം കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ അർജുൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ പയ്യൻ ഓടിപ്പോകുന്നു. അപ്പോഴാണ് അർജുനും അഞ്ജലിക്ക് കാര്യം ബോധയത് പറ്റിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അഞ്ജലി കിടന്ന് ചിരിക്കാന്ന് തുടങ്ങും. ആരും അറിയാനായിട്ട് നിൽക്കണ്ട പറ്റിച്ച കാര്യം എന്ന് പറയും. എന്ത് പറയാനാ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അവർ എന്താണെങ്കിലും പയ്യൻ പറ്റിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. അവൻ 500 കൊണ്ട് പോയി. എന്താണെങ്കിലും അപ്പുറം സൈഡിൽ പോകാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിൻ്റെ ഒരു സൈഡിലേക്കൊക്കെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, നമ്മുടെ അമ്പാടി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അഞ്ജലി ഈ ഒരു സൈഡ് വഴിയൊക്കെ ആയിരിക്കും പത്മ ഓടി വന്നിട്ടുണ്ടാവുക. അങ്ങനെ പറയും. അങ്ങനെ ആ റോഡിൻ്റെ ഒരു ജംഗ്ഷൻ്റെ ഒക്കെ അവർ എത്തുമ്പോൾ അവർ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ CCTV നിൽക്കുന്നത് കാണും. CCTV ഉണ്ടപ്പോൾ വളരെ ഒരു പ്രതീക്ഷ അവർക്ക് തോന്നും. CCTV ഉണ്ടെങ്കിൽ എന്താണെങ്കിലും പത്മ വഴി ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ പിടിക്കാനായിട്ട് പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവർ പ്രതീക്ഷയോടെ നോക്കും. പക്ഷേ അമ്പലം ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അവിടെ ആരും കാണുന്നില്ല. അവസാനം അവിടെ അപ്പുറം നോക്കുമ്പോൾ ഒരു ചേട്ടനെ കാണും. അങ്ങനെ ചേട്ടനെടുത്ത് ചെല്ലും. ചേട്ടനെടുത്ത് കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. നമ്മളെ പത്മിനെ ഫോട്ടോ കാട്ടുമ്പോഴൊന്നും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല, പുള്ളിക്ക് അറിയില്ല എന്നൊക്കെ പറയും. അതിനുശേഷം പുള്ളി പറയും, എന്താ ഒരു കാര്യം ചെയ്യാം, CCTV എടുത്ത് നോക്കാമെന്ന് പറയും. അങ്ങനെ CCTV ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാണ്. കുറേ ഇങ്ങനെ നോക്കിയിട്ടും നിരാശ തന്നെയാണ് കേട്ടോ ഫലം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരാ കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ പത്മ ഓടിപ്പോകുന്ന സീൻ ഇങ്ങനെ വരും കേട്ടോ. അത് കാണുമ്പോഴത്തേനും നമ്മുടെ അർജുനും അഞ്ജലിക്ക് എന്താ പറയുക, സന്തോഷം കൊണ്ട് വയ്യ. കാരണം വെച്ചാൽ എത്ര ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്.
ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ആ ചേട്ടനോട് നന്ദി ഒരു ചേട്ടാ ഭയങ്കര താങ്ക്സ് കേട്ടോ, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയും. അങ്ങനെ അർജുൻ വേഗം വിളിച്ച് CA നന്ദകുമാറുടെ ഈ സംഭവമൊക്കെ പറയും. സാർ ഞങ്ങൾ പത്മയെ കണ്ടെത്തി, പത്മ CCTVയിലുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ അർജുൻ വിളിച്ച് CA നന്ദകുമാറിനോട് പറയും കേട്ടോ. നമ്മുടെ അഞ്ജലി CA നന്ദകുമാറോട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയും, പുറകെ വന്നിട്ട് നമ്മുടെ അഞ്ജലി വളരെ സന്തോഷത്തോടു കൂടി അർജുനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനാണ്. അതായത് നമ്മുടെ അഞ്ജലിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാരണം അർജുൻ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ അഞ്ജലി വളരെ പ്രണയ പരവശയായി നിൽക്കുന്ന ഒരു സീനെന്ന് പറയേണ്ടി വരും. എന്താണെങ്കിലും അങ്ങനെ സംഭവം നടന്നു. എന്താണെങ്കിലും പത്മ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം 100% ഇന്ന് ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ ഇനി എവിടെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കേട്ടോ. അതങ്ങനെ സംഭവമുണ്ട്, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ അർജുനും അഞ്ജലിയും കൂടി നമ്മുടെ അമ്പാടിയുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ സംഭവിക്കുന്നതും കാട്ടുന്നതും. ഡയലോഗുകളില്ലാത്ത പല കാര്യങ്ങളും, ഇങ്ങനെ പത്മ കൂടി പോകുന്നതും അങ്ങനെ ഈ വഴി പോയ കാര്യവും, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ അർജുൻ ചിന്തിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പത്മ CCTVയിൽ കണ്ടു, ഓടിപ്പോകുന്നത് കണ്ടു. ആ പർദ്ദ ധരിച്ചിട്ട് ഓടിപ്പോകുന്ന സീന് ആ CCTVയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയല്ലോ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ അർജുനും അഞ്ജലിയും കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും അമ്പാടിയുടെ അടുത്ത് ചെല്ലും. അമ്പാടി ആ ഒരു സമയത്ത് മൊബൈലൊക്കെ കളിച്ച് അവിടെ ഇരിക്കുകയാണ്. പുള്ളി വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അമ്പാടി പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി. എന്താണെങ്കിലും അതിനുശേഷം അർജുനോടും അഞ്ജലിയോടും നമ്മുടെ അമ്പാടി ചോദിക്കുകയാണ്, എന്തായി നിങ്ങൾ പോയ കാര്യം, എന്തായി, എന്തെങ്കിലും കിട്ടിയോടാ, എന്തായി? അങ്ങനെ അർജുൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അവിടെ വെച്ച് നമ്മുടെ പത്മേനെ CCTVയിൽ കണ്ട കാര്യം ഇത് കേൾക്കുന്നതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ അമ്പാടി ആ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. അമ്പാടിയുടെ സന്തോഷം, പത്മ ജീവനോടെ ഉണ്ട് എന്ന് അറിയുമ്പോഴുള്ള അമ്പാടിയുടെ സന്തോഷം ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് ഭയങ്കര ഫീല് തോന്നും. അമ്പാടിയുടെ ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. അമ്പാടി പറയും ഞാനും വരാം, എന്താണെങ്കിലും അവൾ എവിടെയാണ് കണ്ടെത്താടാന്ന് പറയും. അപ്പോൾ അമ്പാടിയുടെ ആവേശം കണ്ട് അവരെല്ലാവരും നമ്മുടെ അർജുന അഞ്ജലിയെ കളിയാക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു സീനാണ്. എന്താണെങ്കിലും നമ്മുടെ പത്മ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടെ എന്ന് കണ്ടെത്തിയേ പറ്റൂ. അതാണ് അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന സീൻ എന്ന് പറയുന്നത് അഞ്ജലിയുടെ വീട്ടിലേക്ക് തരകൻ വന്ന് പണി തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടിരുന്നു കുറിപ്പ് പറയുന്നത് അഞ്ജലിക്കിട്ടുള്ള പണി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവളുടെ വീട്ടിൽ പോലീസുകാർ കയറി നിറങ്ങും, അവൾക്കിട്ടുള്ള പണി എനിക്കറിയാം കൊടുക്കാനായിട്ട്. ആ ഒരു സംഭവം തരകൻ ചെയ്യുകയാണ് കേട്ടോ. തരകന് കുറേ പോലീസുകാരെയും കൂട്ടിയിട്ട് വന്ന് മാസ് കാട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അയാൾ പറയുകയാണ് വേഗം കയറി തപ്പടോ, അവൾ വല്ല ബാത്റൂമിലൊക്കെയാണ് എനിക്ക് ഒളിപ്പിച്ചിരിക്കുന്നത്, അവിടെയാണെങ്കിലും കയറി തപ്പ, അവളെ പിടിച്ചിറക്കിക്കൊണ്ട് വാ. അതായത് പത്മേനെ അഞ്ജലി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അഞ്ജലിയാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് അഞ്ജലിക്കിട്ട് പണി കൊടുക്കാനായിട്ടാണ് കുറിപ്പ് തരകനെ വിട്ടിരിക്കുന്നത്. പക്ഷേ അധികം ഈ തരകൻ്റെ കളി നീങ്ങുമെന്ന് തോന്നുന്നില്ല. CA നന്ദകുമാർ ഉള്ള കാലയിടത്തോളം തരകൻ്റെ കളി നീങ്ങാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ഈ തരകൻ ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി സ്കൂട്ടറിൽ വന്നിറങ്ങും കേട്ടോ. ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെ കേട്ടോ. പലപ്പോഴും പല എപ്പിസോഡും ഇങ്ങനെ അതിൻ്റെ ബാക്കി പോലെ കേട്ടപ്പോൾ നമുക്കൊരു ഒരു ഒരു ബോറടിയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയല്ല. ഒരുപാട് ഡയലോഗുകൾ പക്ഷെ കുറവാണ്, പക്ഷേ എന്നാൽ നല്ലൊരു എപ്പിസോഡുമാണ്. എന്താണെങ്കിലും കാത്തിരിക്കുക ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. പ്രൊമോയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് അധികം ആരും കാണുന്നില്ല. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബിൽ റെക്കമെൻഡേഷൻ പോകാത്ത എന്തോ ഒരു സംഭവമുണ്ട്. എന്താണെങ്കിലും കാണുന്നവരൊന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ, ബൈ ബൈ.